നമസ്കാരം. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തമ്മിലടി ബിജെപിയിൽ തുടരുകയാണ്. പത്തനംതിട്ട ഒഴികെയുള്ള 13 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബിജെപി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും എറണാകുളത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനും ബിജെപി സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് ബിജെപി നേതൃത്വം പറയുന്നത്. എന്നാൽ മത്സരരംഗത്തു നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ശ്രീധരൻപിള്ള തയ്യാറായില്ല. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ബിജെപിയിലുണ്ടാക്കിയ പ്രതിസന്ധി വ്യക്തമാക്കുന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സീറ്റിനായി കെ സുരേന്ദ്രൻ PS ശ്രീധരൻപിള്ള തർക്കം തുടരുന്നതിനാലാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നീട്ടിയത്. ബാക്കിയുള്ള 13 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സെക്രട്ടറി JP നദ്ദ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. പാലക്കാട് സീറ്റ് ആവശ്യപ്പെട്ട ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ നൽകി. കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാറും പാലക്കാട് ബിജെപി സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാറും മത്സരിക്കും. മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ: കണ്ണൂർ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, വടകര ബിജെപി സംസ്ഥാന സെക്രട്ടറി VK സജീവൻ, കോഴിക്കോട് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, മലപ്പുറം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനി മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ VT രമ, ചാലക്കുടി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, എറണാകുളം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, ആലപ്പുഴ കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, കൊല്ലം KV സാബു എന്നിവർ മത്സരിക്കും. കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ ടോം വടക്കന് സീറ്റ് നൽകിയില്ല. കൊല്ലത്തോ ചാലക്കുടിയിലോ പരിഗണിക്കുമെന്നായിരുന്നു സൂചനകൾ. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയുണ്ടാകുമെന്ന് സൂചനകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വസ്ത്രധാരണത്തിലുമുണ്ട് തന്റേതായ പ്രത്യേകതയും ലാളിത്വവും. 4 പതിറ്റാണ്ടായി ഖദർ കൈത്തറി വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റാണ് സതീഷ് ചന്ദ്രൻ. കഴിഞ്ഞ 40 വർഷമായി ഒരേ തയ്യൽക്കാരൻ തന്നെയാണ് സതീഷ് ചന്ദ്രന് ഷർട്ടുകൾ തുന്നി നൽകുന്നത്. KP സതീഷ് ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ ശൈലിയാണ്. കട്ടിയുള്ള ഖദർ അല്ലെങ്കിൽ ഖാദി ഷർട്ടുകളാണ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സതീഷ് ചന്ദ്രന് പ്രിയം. ഖദർമുണ്ടും കൈത്തറിമുണ്ടും മാറി മാറി ധരിക്കും. കലാലയ ജീവിതകാലത്ത് പോലും വസ്ത്രശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഷർട്ടുകളുടെ തയ്യൽക്കാരനും സ്ഥിരമായി ഒരാൾ തന്നെ. നീലേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കലാ ടൈലേഴ്സ് ഉടമ നാരായണൻ. ഖദറും കൈത്തറിയുമല്ലാതെ മറ്റു ഷർട്ടുകൾ സതീഷ് ചന്ദ്രൻ തിരഞ്ഞെടുക്കാറില്ലെന്ന് നാരായണൻ പറഞ്ഞു. പ്രത്യേകത പറഞ്ഞാൽ സാധാരണ ഷർട്ടിൽ 2 പോക്കറ്റ്, ബാക്കിയെല്ലാം സാധാരണ ഇതാണ്. തുണി കൈത്തറി ഖാദി ഇങ്ങനത്തെ അത് ആ ടൈപ്പ് എടുക്കും, മറ്റേ പോളിസ്റ്റർ അങ്ങനത്തെ എടുക്കൂല. 40 വർഷമായി സതീഷ് ചന്ദ്രന്റെ തയ്യൽക്കാരൻ നാരായണനാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ ഷർട്ടുകളുടെ എണ്ണം കൂടിയതായി നാരായണൻ പറഞ്ഞു. ജീവിതത്തിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കുന്ന സതീഷ് ചന്ദ്രന്റെ മുഖമുദ്രകളിലൊന്നാണ് അദ്ദേഹത്തിന്റെ വസ്ത്രശൈലി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ഇടതു തരംഗത്തിനുള്ള സാധ്യത കൂടുതലെന്ന് പ്രശസ്ത സിനിമാ നടൻ M മുകേഷ് MLA. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ ആവേശപൂർവമായ പ്രചരണമാണ് കണ്ടതെന്നും മുകേഷ് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി 1ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF അതിന്റെ ആദ്യഘട്ടം ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല, അവരും തുടങ്ങുന്നതേ ഉള്ളൂ. അതേസമയം BJPക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്താനായിട്ടില്ല. ആ ഒരു സാഹചര്യം നമ്മുടെ കൊല്ലം MLA മുകേഷ് അദ്ദേഹം കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പോവുകയും അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ആ ട്രെൻഡ് എങ്ങനെയുണ്ട്? അല്ല, എല്ലാ സ്ഥലത്തും വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമീപനമാണ് സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അത് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല, ഞാൻ ചെന്നിറങ്ങിയിട്ടുള്ള സാധാരണ ആൾക്കാർ, ഇപ്പം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നിന്നും അപ്പുറം പല ഒരു മാറ്റം, ഒരു വലിയൊരു ആവേശത്തിൻ്റെ മാറ്റം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നിഷ്പക്ഷ മതികളായിട്ടുള്ള ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷന് വോട്ട് ചോദിച്ച് വരുന്നവരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന കാര്യം വരെ എല്ലാവർക്കും അറിയാം. അത് ആ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വരെ എന്താണ്, ആരാണ് എന്തൊക്കെ പറഞ്ഞത്, 3 ദിവസം മുമ്പ് പറഞ്ഞ എന്താണ്, ഇപ്പോൾ അത് മാറ്റി പറയുന്നത് എന്താണ്, നിലപാടുകളില്ലാതെ പ്രവർത്തിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന തരത്തിൽ
കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് സമ്മതിദാന അവകാശം നിർവഹിക്കാൻ പോകുന്നവരെ പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ അവർ വോട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ ഒരു സ്വീപ്പ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സിനിമാ നടൻ, സാംസ്കാരിക പ്രവർത്തകൻ, അതിലുപരി രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ജനപ്രതിനിധിയും. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർകോട്ടെ കോൺഗ്രസിലുണ്ടായ ഭിന്നതകൾ പരിഹരിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടു. ഇടഞ്ഞുനിന്ന അഡ്വക്കേറ്റ് ബി സുബൈറെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നും UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. 2 വട്ടം മണ്ഡലം പര്യടനം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാളെ മുതൽ സ്വീകരണ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള പൊതുപ്രചാരണ പരിപാടി ആരംഭിക്കും. കാഞ്ഞങ്ങാട്ടാണ് UDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. രമേശ് ചെന്നിത്തലയും ഹൈദരാലി ശിഹാബ് തങ്ങളുമായിരുന്നു കൺവെൻഷനിൽ പങ്കെടുത്തവരിൽ പ്രമുഖർ. രാവിലെ കാഞ്ഞങ്ങാട്ടെത്തിയ ചെന്നിത്തല കോൺഗ്രസ് ജില്ലാ നേതൃയോഗം വിളിച്ചു ചേർത്തു. എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് നേതാക്കൾ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ചെന്നിത്തല നിർദ്ദേശിച്ചു. DCC പ്രസിഡന്റിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാമെന്ന് ചെന്നിത്തല നേതാക്കൾക്ക് ഉറപ്പു നൽകി. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ പ്രതിഷേധത്തിലായിരുന്ന അഡ്വക്കേറ്റ് സുബയ്യറയെയും ചെന്നിത്തല അനുനയിപ്പിച്ചു. അദ്ദേഹത്തെ കൺവെൻഷനിലും പങ്കെടുപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കൾ ഒരുമയോടെ പ്രവർത്തിക്കുമെന്നായിരുന്നു UDF കൺവെൻഷനിൽ ചെന്നിത്തല പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഊണില്ലാതെ ഉറക്കമില്ലാതെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് കോൺഗ്രസ് പ്രവർത്തകരും UDFന്റെ മറ്റ് ഘടകകക്ഷികളും മുന്നോട്ട് പോകണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അക്കിൻകുന്നിൽ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പ് ഞാനിവിടെ നൽകുന്നു. ഇനി ആരെങ്കിലും ആ ഉറപ്പ് ലംഘിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയണം. കൺവെൻഷൻ ഹൈദരാലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയപ്പോൾ പ്രവർത്തകർ കാണിച്ച ആവേശം കൺവെൻഷനിൽ കാണാനായില്ല. പ്രതീക്ഷിച്ച ജനപങ്കാളിത്തവും ഉണ്ടായില്ല. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ 2 വട്ടം പര്യടനം പൂർത്തിയാക്കി. ഇന്ന് പയ്യന്നൂർ മണ്ഡലത്തിലാണ് പര്യടനം. നാളെ മുതൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പൊതുപ്രചാരണ പരിപാടിക്ക് കല്യാശ്ശേരിയിൽ തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് അയ്യപ്പന്റെ നാടായ അച്ചൻകോവിലിൽ വികാരനിർഭരമായി സ്വീകരണം നൽകി. മന്ത്രി തോമസ് ഐസക് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലഗോപാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് രക്തഹാരം അണിയിക്കാനുള്ള ഈ കാത്തിരിപ്പ്. CITU തൊഴിലാളിയായ സതീഷിന്റെ മകൻ അക്കുവാണ് ആ കമ്മ്യൂണിസ്റ്റുകാരൻ. പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ സ്വീകരണ പരിപാടിക്കായി അച്ചൻകോവിലിൽ എത്തിയപ്പോഴായിരുന്നു ആത്മാർത്ഥമായ ഈ അംഗീകാരം കണ്ടത്. തുടർന്ന് സ്ഥാനാർത്ഥിയെ ഇടതുപ്രവർത്തകരും നാട്ടുകാരും സ്വീകരിച്ചു. മന്ത്രി തോമസ് ഐസക് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കേരളത്തിൽ ചെയ്യണമുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും ചെയ്യണമെന്ന് പറയുന്നത് സർക്കാർ, അത് പറയാൻ വേണ്ടി ബാലഗോപാൽ ഇവിടെ ജയിച്ചു. ഇതാ ഞങ്ങൾ പറയുന്നത്. തികഞ്ഞ പരിസ്ഥിതി സംരക്ഷകൻ കൂടിയായ KN ബാലഗോപാൽ പശ്ചിമഘട്ടത്തിന്റെ കൂടി അനുഗ്രഹം ഏറ്റുവാങ്ങാനാണ് മലകൾ കയറി അച്ചൻകോവിലിൽ എത്തിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ നടൻ മമ്മൂട്ടിയെ കാണാൻ കൊച്ചിയിലെത്തി. ലോകമറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹം തേടിയാണ് താൻ എത്തിയതെന്ന് VN വാസവൻ പറഞ്ഞു. സ്ഥാനാർത്ഥിക്ക് മമ്മൂട്ടി എല്ലാവിധ ആശംസകളും നേർന്നു. കൊച്ചിയിലെ വസതിയിലെത്തിയാണ് കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കണ്ടത്. തന്റെ ജന്മനാട് ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയുമായി മമ്മൂട്ടി വിശേഷങ്ങൾ പങ്കുവച്ചു. ലോകം അറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹവും ആശംസയും തേടിയാണ് താനെത്തിയതെന്ന് VN വാസവൻ. അദ്ദേഹം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ ജന്മനാടും എല്ലാം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വൈക്കം അസംബ്ലി മണ്ഡലത്തിലെ ചെമ്പ് പഞ്ചായത്തിലാണ്. ഞങ്ങൾ നാട്ടുകാരെന്ന രൂപത്തിൽ മറ്റൊരു ബന്ധം. മറ്റൊന്ന്, ലോകം അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരന്റെ ഒരു സാമീപ്യവും അനുഗ്രഹവും
ഞാൻ മനസ്സുകൊണ്ട് ധന്യനാണ്. അത് പ്രവർത്തന രംഗത്ത് ഒരു ഇന്ധനമായി തന്നെ മാറിത്തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് നല്ല സൗഹൃദമാണുള്ളതെന്ന് പറഞ്ഞ മമ്മൂട്ടി VN വാസവന് എല്ലാവിധ ആശംസകളും നേർന്നു. രാഷ്ട്രീയ സൗഹൃദങ്ങൾ നമുക്ക് സാമാന്യ ഒരു സാമൂഹ്യ ജീവിതത്തിലുള്ളപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ ഒരു അടുപ്പവും പരിചയവും സ്നേഹമുള്ളവരൊക്കെ വരും. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ആശംസകൾക്ക് വേണ്ടിയെങ്കിലും അവർ വരും. വളരെ സന്തോഷപൂർവ്വം നമ്മൾ അവരെ ആശംസിക്കുന്നു. കൊച്ചിയിലെ വീട്ടിൽ മമ്മൂക്കയോടൊപ്പം അരമണിക്കൂറിലധികം ചെലവഴിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നു. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ രണ്ടാം റൗണ്ട് പ്രചാരണത്തിലാണ്. മണ്ഡലം നിലനിർത്താൻ UDFും പ്രചരണ രംഗത്ത് സജീവമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ NDAയും പ്രചാരണം തുടങ്ങും. പൊന്നാനി പിടിക്കാൻ PV അൻവർ എന്ന സ്വതന്ത്രനെ രംഗത്തിറക്കി കളം പിടിച്ചു കഴിഞ്ഞു LDF. ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ET മുഹമ്മദ് ബഷീർ തന്നെയാണ് രംഗത്തുള്ളത്. ഇരുമുന്നണികളും പ്രചരണ രംഗത്ത് സജീവമാണ്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച LDF രണ്ടാം റൗണ്ട് പ്രചരണവുമായി ബഹുദൂരം മുന്നിലെത്തി. തീരദേശ മേഖലകളിൽ PV അൻവറിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ LDF ഇവിടെ ചർച്ചയാക്കുന്നു. കേന്ദ്രത്തിൻ്റെ കുറേ പദ്ധതികളുണ്ട് കോൾഡ് സ്റ്റോറേജുകൾക്ക്. ഒരു കോൾഡ് സ്റ്റോറേജ് പോലും ഈ പ്രദേശത്ത് എവിടെയും, ഈ കോസ്റ്റൽ ഏരിയയിൽ എവിടെയും പണിയാനുള്ളൊരു പ്രപ്പോസലോ പ്രൊജക്റ്റോ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യത്തിന് ന്യായമായൊരു വില പോലും, അവരെ കൂലി പോലും ഒക്കില്ല. കരയിലെത്തുമ്പോഴേ അത് വിറ്റൊഴിവാക്കിയില്ലെങ്കിൽ ഇത് നശിച്ചു പോകും. സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണിക്ക് ഉത്തരം പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്ന കാര്യത്തിന് ഒരു തർക്കമില്ല. ലീഗ് മലപ്പുറം ജില്ലാ ട്രഷറർ മുഹമ്മദ് മൗലവിയുടെ നിര്യാണത്തെ തുടർന്ന് വ്യാഴാഴ്ച ET മുഹമ്മദ് ബഷീർ മണ്ഡല പര്യടനം ഒഴിവാക്കി. താഴെത്തട്ടിൽ നല്ല പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ഇലക്ഷനേക്കാൾ വലിയ ആവേശം കാണുന്നുണ്ട്. താഴെത്തട്ടിൽ തന്നെ പ്രവർത്തകർ ഇത്രയും ഊർജ്ജസ്വലതയോട് വന്ന സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ ഹാപ്പിയാണ്. നല്ല ഭൂരിപക്ഷം. മണ്ഡലം നിലനിർത്താനും അട്ടിമറി വിജയം നേടാനും ഇരുമുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി പൊന്നാനിയിൽ സജീവമാണ്. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗൃഹാതുരത്വവുമായി P രാജീവ് കളമശ്ശേരി പോളിടെക്നിക് ക്യാമ്പസിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തി. തങ്ങളുടെ വഴികാട്ടിയും നേതാവുമായ രാജീവിന് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. P രാജീവ് എന്ന പൊതുപ്രവർത്തകനെയും സംഘാടകനെയും വാഗ്മിയെയും രൂപപ്പെടുത്തിയ അതേ ക്യാമ്പസിലേക്ക് രാജീവ് വീണ്ടും എത്തി. 3 പതിറ്റാണ്ട് മുൻപ് വിദ്യാർത്ഥി സമരം മുന്നിൽ നിന്ന് നയിക്കുകയും യൂണിയൻ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത കളമശ്ശേരി പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി രാജീവ് എത്തിയത്. വാദ്യമേളങ്ങളോടെയും മുദ്രാവാക്യം വിളികളോടെയും വിദ്യാർത്ഥികൾ തങ്ങളുടെ നേതാവിനെ വരവേറ്റു. തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥന. പ്രിൻസിപ്പലിനെ കണ്ട ശേഷം തന്റെ പഴയ ക്ലാസ് മുറിയിലേക്ക്. തന്നിലെ പൊതുപ്രവർത്തകനെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് ഈ ക്യാമ്പസിനുള്ളതെന്ന് രാജീവ് പറഞ്ഞു. ഞാൻ വരുന്ന കാലം സ്വകാര്യ മേഖലയിലെ പോളിടെക്നിക്കിനെതിരെയുള്ള വലിയ സമരമാണ് നടന്നിരുന്നത്. അന്ന് ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും, ഒറ്റ കുട്ടികൾ ഒഴിവാകാതെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ ദിവസവും 1 മാസത്തോളം ഞങ്ങൾ തുടർച്ചയായി സമരം ചെയ്തിരുന്നു. ആ സമരങ്ങളാണ്, ആ കാലത്തെ പ്രവർത്തനങ്ങളാണ് എന്നിലെ പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. കാലങ്ങൾക്ക് ശേഷം ഈ ക്യാമ്പസിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവർ നൽകുന്ന ഈ സ്വീകരണം പ്രചോദനമാണ്. അത് വല്ലാത്ത ഊർജ്ജമാണ്. പഴയ വിദ്യാർത്ഥി നേതാവിനൊപ്പം സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നു പിന്നീട്. തൊട്ടടുത്തുള്ള ITIയിലും സെന്റ് പോൾസ് കോളേജിലും രാജീവ് സന്ദർശനം നടത്തി. സെന്റ് പോൾസിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെ സതീർത്ഥിലായിരുന്നവർ രാജീവിനെ കാണാനെത്തിയിരുന്നു. ഇവിടെ നിന്നും ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് രാജീവ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സഹപാഠികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത്. 3 ദശാബ്ദങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിപ്പിച്ചവരാണ് LDF സ്ഥാനാർത്ഥി MP രാജേഷും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും. കാലഘട്ടം 1986-88. ഒറ്റപ്പാലം NSS കോളേജ്. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ യുവത്വത്തിന്റെ ചുറുചുറുക്കുമായി 2 ചെറുപ്പക്കാർ. വ്യത്യസ്ത രാഷ്ട്രീയവും ആശയവും പറഞ്ഞ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നവർ. SFIക്കാരനായ MP രാജേഷും KSUക്കാരനായ VK ശ്രീകണ്ഠനും. അതേ ആശയവഴികൾ പിന്തുടർന്ന് ഈ പൊതുതിരഞ്ഞെടുപ്പിൽ പാലക്കാട് അവർ വീണ്ടും മുഖാമുഖം നിൽക്കുകയാണ്. സൗഹൃദമുണ്ടെങ്കിലും പോരാട്ടം വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലാണെന്ന് ഇരുവരും. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നീട് 2 വഴിക്കായിരുന്നു എങ്കിലും സൗഹൃദമൊക്കെ ഉണ്ട്. ആ സൗഹൃദത്തിനൊന്നും ഒരു കോട്ടവും വരുത്താതെ സൗഹൃദത്തിൻ്റെ എല്ലാ അന്തസ്സും മാന്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരം. ഇത് വ്യക്തിപരമായിട്ടുള്ള ഏറ്റുമുട്ടലൊന്നുമല്ലല്ലോ, രാഷ്ട്രീയ സമരമാണ്. ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലം മുതൽ നല്ല സൗഹൃദമുള്ള
ഒരു കൂട്ടത്തിലാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റേതായ രാഷ്ട്രീയം. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. വളരെ ചെറുപ്പം മുതലേ ഞങ്ങൾ അടുത്ത ബന്ധമാണ്. ആ സൗഹൃദം എന്നും നിലനിൽക്കും. വർഷങ്ങൾക്കിപ്പുറം MP രാജേഷ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായി, VK ശ്രീകണ്ഠൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. രണ്ടുപേരും ഷൊർണൂർ സ്വദേശികൾ. 10 വർഷം MP ആയതിന്റെ ആത്മവിശ്വാസവുമായി MP രാജേഷ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ പാലക്കാട് മാറ്റമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയാണ് VK ശ്രീകണ്ഠനുള്ളത്. വിദ്യാഭ്യാസകാലം മുതൽ സ്വീകരിച്ച, വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാവുമ്പോൾ സഹപാഠികൾ തമ്മിലുള്ള മത്സരത്തിന് ചൂടൊട്ടും കുറയില്ല. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ചരിത്രബോധം പുതുതലമുറയ്ക്ക് പകരാൻ പുസ്തക പ്രദർശനം സംഘടിപ്പിക്കുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബ്. പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാന രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ ജീവിത കഥകളുടെ പുസ്തകങ്ങളാണ് പ്രദർശനത്തിൽ. വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവും അനുഭവവും പകരുന്നതാണ് പ്രദർശനം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. കേട്ടറിവുകളല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം നടന്നു തീർത്ത ഒട്ടേറെ വഴികൾ അറിഞ്ഞു മുന്നേറുന്നവരാവണം വിദ്യാർത്ഥികൾ. അത്തരമൊരു ചിന്താഗതിയിൽ നിന്നാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജേർണലിസം ക്ലബ് നേതാക്കളുടെ ഗാലറി ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് മാത്രമുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെയും പാർട്ടികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാനും നിർണായക ഘട്ടങ്ങളിൽ അവരുടെ എന്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തു, ആ തീരുമാനങ്ങൾ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എങ്ങനെ ബാധിച്ചു എന്നതിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ടാക്കുക എന്നതാണ് ഈ പ്രദർശനത്തിന്റെ ഉദ്ദേശം. ഇന്ദർ മൽഹോത്ര രചിച്ച ഇന്ദിരാഗാന്ധി, IK ഗുജ്റാൾ, മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ ഓട്ടോബയോഗ്രഫി, രാജീവ് ഗാന്ധി ആൻഡ് അസസ്മെന്റ്, ശശി തരൂരിന്റെ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ, EMS ആത്മകഥ, AK ഗോപാലൻ ജീവിതകഥ, സുലൈമാൻ സെറ്റ് ഒരു ഇന്ത്യൻ വീരഗാഥ, R ശങ്കർ യുഗസ്രഷ്ടാവ്, മാധവറാവ് സിന്ധ്യ കരുണാനിധി, ലെറ്റേഴ്സ് ഫോർ എ നേഷൻ ജവഹർലാൽ നെഹ്റു, MGR ജയലളിത, പിണറായി വിജയൻ, CH മുഹമ്മദ് കോയ, VS അച്യുതാനന്ദൻ തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും മുഴുവൻ ആളുകളുടെയും ജീവിതകഥകളും അനുഭവങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മുഖപുസ്തകങ്ങളിലെ വാക്ക് തർക്കങ്ങളല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച എല്ലാ അറിവുകളും പ്രദാനം ചെയ്യുന്ന ചരിത്ര പുസ്തകങ്ങളും അറിവുകളുമാണ് പുതുതലമുറയ്ക്ക് അനിവാര്യം. ഇത് കൃത്യമായും ബോധ്യപ്പെടുത്തുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഈ എക്സിബിഷൻ. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കരയിലെ ക്ഷേത്രഭൂമിയിൽ നിന്ന് മരം മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ നടപടി വൈകുന്നു. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ മരം കടത്താൻ ശ്രമിച്ചത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാതിരുന്നതിനാൽ ജില്ലാ പോലീസ് മേധാവിക്കും നാട്ടുകാർ പരാതി നൽകി.